നമസ്കാരം. സൺഡേ ചിത്തി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒക്ലഹോമയിൽ ഞങ്ങൾക്കിന്ന് നല്ല സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്നോ പ്രമാണിച്ച് ഞാനോർത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാമെന്ന്. വെരി സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ആപ്പിൾ കേക്ക്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. മൈദമാവ് 1 കപ്പ്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, സിന്നമൺ പൗഡർ 1 ടീസ്പൂൺ, ഷുഗർ 1 കപ്പ്, വെജിറ്റബിൾ ഓയിൽ 1/4 കപ്പ്, മുട്ട 2 വലുത്, വനേല എക്സ്ട്രാക്ട് 1 ടീസ്പൂൺ, ആപ്പിൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം, വാൾനട്ട് പൊടിച്ചത് 1/4 കപ്പ്, ഉപ്പ് 1 നുള്ള്. ആദ്യം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദയിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് സോൾട്ട് എന്നിവയെല്ലാം കൂടി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി വേറൊരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ടിനി 1 ടീസ്പൂൺ വനേല എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിന്നിവിടെ ഒരു ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഷുഗർ എല്ലാം അലിഞ്ഞ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ടിനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആപ്പിൾ ഫില്ലിങ്സ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിന്നമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. വാൾനട്ട് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നട്ട്സ് അലർജി ഉള്ളവർ നട്ട്സ് അവോയ്ഡ് ചെയ്താൽ മതി. ഈ ആപ്പിൾ ഫില്ലിങ്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഞാനിന്നിവിടെ 9 ഇഞ്ച് വലിപ്പമുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. കേക്ക് ടിന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടി കേക്ക് ടിൻ 2-3 വട്ടം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. $350 പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ വെച്ച് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഓവൻ തുറന്ന് കേക്കിൻ്റെ മിഡിലോട്ട് ഒരു ടൂത്ത് പിക്ക് ഇൻസെർട്ട് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്കിൽ കേക്ക് ബാറ്റർ ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കേക്ക് കുറച്ച് നേരം കൂടി ബേക്ക് ചെയ്യണം. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ആപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്.